ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്ന് ഓപ്പോ രണ്ട് പുതിയ ഫോണുകളാണ് അവർ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവർ ലോഞ്ച് ചെയ്ത ഫോൺ ഏതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ അവർ എഫ് സീരീസ് രണ്ട് പുതിയ ഫോണുകളായ ഓപ്പോ F19 പ്രോയും ഓപ്പോ F19 പ്രോ പ്ലസുമാണ് അവർ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ വീഡിയോ നമ്മൾ ഈ രണ്ട് ഫോണുകളുടെയും ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിലുപരി ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ പ്രൈസിൽ വെച്ച് അതൊരു മികച്ച ചോയ്സ് ആണോ അതോ അത് ചുമ്മാ എപ്പോഴും ഓപ്പോ ഇറക്കുന്ന പോലെ തന്നെ അത്രയ്ക്കും വാല്യൂ ഫോർ മണി ഇല്ലാത്തൊരു ഫോൺ തന്നെയാണ് അവർ ഇപ്പോഴും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മളുടെ ഈ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ നിന്ന് ആദ്യം തന്നെ ഓപ്പോ F19 പ്രോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു 6.43 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 6.43 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ ഫുൾ HD പ്ലസ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ക്വാളിറ്റിയുമാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ ലഭിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കൂടിയ ഫാസ്റ്റ് റീഫ്രഷ് പാനൽ ഒന്നും ലഭിക്കുന്നില്ല. സാധാരണ നോർമൽ ആയിട്ടുള്ള 60 ഹെർട്സിന്റെ പാനൽ മാത്രം നമുക്ക് ഇവിടെ ലഭിക്കുന്നുള്ളൂ. ഇനി ഈ ഫോണിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 20:9 ഒരു ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്പോ F19 പ്രോയിൽ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയാടെക്കിന്റെ ഹീലിയോ P95 ആണ്. ഈ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ലെങ്കിൽ പോലും നമുക്കൊരു കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് LPDDR4X RAM ആണ് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ OS എന്ന് പറഞ്ഞ കളർ OS 11.1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഔട്ട് ഓഫ് ബോക്സ് തന്നെ Android 11 ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. മെയിൻ ക്യാമറയ്ക്ക് പുറമെ നമുക്ക് ഇവിടെ റിയർ സൈഡിൽ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സലിന്റെ മോണോ സെൻസറും നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ഓപ്പോ F19 പ്രോയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇതിന് പുറമെ നമുക്ക് ഈ ഫോണിന്റെ ക്യാമറ ഫീച്ചേഴ്സിൽ നമുക്ക് AI ഹൈലൈറ്റ് പോർട്രേറ്റ് വീഡിയോ പോലത്തെ ഫീച്ചർ ഒക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ചായിട്ടുള്ള ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഒക്കെ തരുന്ന നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4310 mAh ബാറ്ററി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 30 വാട്ട് ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഫോണിൽ വളരെ മികച്ചായിട്ടുള്ള നല്ല ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും അടക്കാം എല്ലാവിധ സെൻസറും പോർട്ട് കാര്യങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഇവിടെ 3.5 ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് ഈ ഫോണിൽ ലഭ്യമാണ്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പോ F19 പ്രോയിൽ നമുക്ക് രണ്ട് വേരിയന്റാണ് ലഭിക്കുന്നത്. അതായത് ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 21,490 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 8GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 23,490 രൂപയുമാണ്. ഇനി ഓപ്പോ F19 പ്രോയിൽ നിന്ന് ഓപ്പോ F19 പ്രോ പ്ലസ് 5Gയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം അതേപോലത്തെ ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് 6.43 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെയും 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 20:9 ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് 60 ഹെർട്സിൽ സാധാരണ റീഫ്രഷ് പാനൽ മാത്രം നമുക്ക് ഇവിടെ ലഭിക്കുന്നുള്ളൂ. അതിന് ഇവിടെ നമുക്ക് കൂടിയ റീഫ്രഷ് പാനൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നില്ല. ഇനി ഈ ഫോണിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഓപ്പോ F19 പ്രോയിൽ നിന്ന് ഓപ്പോ F19 പ്രോ പ്ലസിലേക്ക് വരുമ്പോൾ ഇവിടെ കാര്യമായ വ്യത്യാസം വരുന്നത് ഈ ഫോണിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അതായത് ഈ ഓപ്പോ F19 പ്രോ പ്ലസ് എന്ന് പറയുന്നത് മീഡിയാടെക് ഡയമൻസിറ്റി 800U വെച്ചുകൊണ്ട് വരുന്ന ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ 5G ലഭിക്കുന്നുണ്ട്. പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അത് നമുക്ക് നോർമൽ യൂസിൽ കാര്യമായ ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല. അതിനോട് നമുക്ക് ഇവിടെ ഈ ഫോണിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫോണിൽ നമുക്ക് UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് ഇവിടെ ലഭിക്കുന്നത്.
അതിനോട് നമുക്ക് ഇവിടെ LPDDR4X റാമുമാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ OS എന്ന് പറഞ്ഞ ColorOS 11.1 ആണ്. അതെന്ന് പറഞ്ഞ Android 11 ബേസ്ഡുമാണ്. അപ്പോൾ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി Oppo F19 Pro Plusന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ആ മെയിൻ ക്യാമറയ്ക്ക് പുറമെ നമുക്ക് ഇവിടെ റിയർ സൈഡിൽ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സലിന്റെ മോണോ സെൻസറും നമുക്ക് ഈ Oppo F19 Pro Plusൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിലെ സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതിനു പുറമെ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ Oppo F19 Proയിൽ പറഞ്ഞ പോലെ തന്നെ AI ഹൈലൈറ്റഡ് വീഡിയോ ഫീച്ചർ ഒക്കെ നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4310 mAh ഒരു ബാറ്ററി നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 50 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് വരെ ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ബോക്സിലാണെങ്കിൽ 65 വാട്ടിന് കൂടിയ ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും ഈ Oppo F19 Pro Plus എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. ഈ ഫോണിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും അടക്കാം എല്ലാവിധ സെൻസറും മോഡുകളും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ട്രിപ്പിൾ കാർഡ് സോണാണ് ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 3.5 ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരൊറ്റ വേരിയന്റ് ലഭിക്കുന്നുള്ളൂ. അതായത് 8GB 128GB വേരിയന്റ് പ്രൈസ് എന്ന് പറയുന്നത് 25,990 രൂപയാണ്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് ഫോണും വളരെ നല്ല രീതിയിൽ തന്നെ മികച്ചു നിൽക്കുന്ന രണ്ട് ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണിൽ നിന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് Oppo F19 Pro Plus ആണ്. കാരണം എന്ന് വെച്ചാൽ F19 Proയും Pro Plusഉം ഏറെക്കുറെ എല്ലാ മേഖലകളും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ F19 Pro Plus ആണ് കൂടുതൽ മികച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോണിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് F19 Pro Plus തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി വീഡിയോ ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ